ഇന്ത്യവുഡ് ഭാഷാ സാഹിത്യ പുരസ്കാരങ്ങൾ പുല്ലൂർ വാളക്കോട്ട് ഏരീസ് കോംപ്ലക്സിൽ വിതരണം ചെയ്തു. ഏരീസ് കോംപ്ലക്സിൽ നടന്ന ചടങ്ങിൽ ഭാഷാ കേസരി പുരസ്കാരം പ്രശസ്ത ഗാനരചയിതാവും ചലച്ചിത്ര സംവിധായകനുമായി ശ്രീകുമാരൻ തമ്പിക്ക് സമ്മാനിച്ചു. 5,01,000 രൂപയാണ് സമ്മാനത്തുക. അതുപോലെ പ്രഥമ എഴുത്തമ്മ പുരസ്കാരം എഴുത്തുകാരനും കവിയും ഗാനരചയിതാവുമായ MD രാജേന്ദ്രനും ഏറ്റുവാങ്ങി. അദ്ദേഹത്തിനും 5,01,000 രൂപയാണ് സമ്മാനത്തുക കിട്ടിയത്. പ്രശസ്ത വ്യവസായിയും ചലച്ചിത്ര സംവിധായകനുമായ സോഹൻ റോയിയാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചത്. 5,01,000 രൂപയും മൊമെന്റോയും പ്രശസ്തി പത്രവും അടങ്ങുന്ന ഭാഷാ കേസരി പുരസ്കാരം സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള അംഗീകാരമായി ഗാനരചയിതാവും കവിയും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പിക്ക് സമർപ്പിച്ചു. വർഷമാണ് ഞാൻ സാഹിത്യത്തിൽ ജീവിച്ചത്. സാഹിത്യത്തിനും സിനിമയ്ക്കും വേണ്ടി ഒഴിഞ്ഞു വെച്ചതാണ് എന്റെ ജീവിതം. സാഹിത്യത്തിൽ മാത്രമല്ല, സിനിമയിലും എന്റെ സുഹൃത്ത് സോഹൻ റോയ് എനിക്ക് ആദരവ് നൽകിയിട്ടുണ്ട്. മികച്ച കൃതിക്കായി ഇന്ത്യവുഡ് ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രഥമ എഴുത്തമ്മ പുരസ്കാരം പ്രശസ്ത സാഹിത്യകാരനും ഗാനരചയിതാവുമായ MD രാജേന്ദ്രനും ഏറ്റുവാങ്ങി. എഴുത്തമ്മ പുരസ്കാരം രീതിയിൽ സമർപ്പിക്കുകയാണ്. MD രാജേന്ദ്രന് രാജേന്ദ്രന് 5 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡ് നൽകുകയാണ് ശ്രീമതി അഭിനി സോഹൻ. ഞാൻ സിനിമയ്ക്ക് പാട്ട് എഴുതി എന്നെയും ശ്രീകുമാരൻ തമ്മിയും പ്രോത്സാഹിപ്പിച്ചത് കാന്തശ്ശേരി കരുണാകരനാണ്. ജനകീയത്തിലൂടെയാണ് ഞാനും ഞാനും തുടങ്ങി, അദ്ദേഹം മുമ്പ് തുടങ്ങി. അദ്ദേഹത്തിന്റെ കൃത്യമായ ഒരുപാട് നോവലുകൾ പബ്ലിഷ് ചെയ്ത് കാന്തശ്ശേരിയാണ്. അതേ കാന്തശ്ശേരിയുടെ നാടകങ്ങളിൽ അഭിനയിച്ച KS ജോർജിന്റെ നാടാണിത്. 5,01,000 രൂപയും മൊമെന്റോയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മലയാള സാഹിത്യത്തിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുക നൽകുന്ന പുരസ്കാരമേളയാണ് ഇന്ത്യവുഡ് ഭാഷാ സാഹിത്യ പുരസ്കാരം. സാഹിത്യത്തിന്റെ വ്യത്യസ്തങ്ങളായ 25 മേഖലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർക്കും പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. സാഹിത്യകാരന്മാരായ മുരുകൻ കാട്ടാക്കട, ആലംകോട് ലീലാകൃഷ്ണൻ, റഫീഖ് അഹമ്മദ്, VR സുധീഷ് എന്നിവരടങ്ങിയ ജൂറിയാണ് ജേതാക്കളെ തിരഞ്ഞെടുത്തത്. ഏരീസ് ഗ്രൂപ്പ് CEOയും സ്ഥാപക ചെയർമാനുമായ സോഹൻ റോയാണ് ഇന്ത്യവുഡിന് നേതൃത്വം നൽകുന്നത്. ഇന്ത്യവുഡിന്റെ പ്രസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹിത്യത്തിന്റെയും കലയുടെയും ശാസ്ത്രത്തിന്റെയും ഒക്കെ അവസാന പെർഫോമൻസ് ഗ്രൗണ്ടാണ് സിനിമ. ഇന്ത്യവുഡിന്റെ പരമമായ ലക്ഷ്യം തന്നെ ആ സിനിമയെ ഏകോപിപ്പിച്ചുകൊണ്ട് അതിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഉത്തരവാദിത്വമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. പരിപാടിയിൽ സോഹൻ റോയിയുടെ 3001 അണുകവിതകൾ ഉൾപ്പെടുത്തിയ അണുമഹാകാവ്യത്തിന്റെയും ഡോക്ടർ N പ്രഭിരാജിന്റെ ക്യാപ്റ്റൻസ് ഇന്നിംഗ്സ് എന്ന പ്രൊഫഷണൽ ബയോഗ്രഫിയുടെ മലയാള പരിഭാഷയുടെയും പ്രകാശനം നടന്നു. കൂടാതെ വിവിധ ജീവകാരുണ്യ പദ്ധതികളുടെ ഉദ്ഘാടനവും നടത്തി. പുനലൂർ MLA PS സുബാൽ, തിരുവിതാംകൂർ രാജകുടുംബാംഗം ആദിത്യവർമ്മ ഉൾപ്പെടെ സാഹിത്യ, സാമൂഹിക, രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.